ഹലോ മൈ ഗൈസ്, രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടി നീച്ചിട്ടുള്ള ഒരുക്കാണിത്. അങ്ങനെ ഡ്രസ്സുമാരിലൊക്കെ ഉണ്ട്. നമ്മൾ നേരെ വന്നിട്ട് കാർ കയറിട്ടോ. അവിടെ നിന്ന് നേരെ പോയത് നമ്മൾ അമ്പലത്തിൽ കേട്ടോ. പോണ വയലിൽ നടത്തി താറാക്കൂട്ട കണ്ടു രാവിലെ തന്നെ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ നല്ല അതിമനോഹരമായൊരു ടെമ്പിൾ. എനിക്ക് പോലും അറിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ള അമ്പലം നമ്മുടെ നാട്ടിലത്. എനിക്ക് അല്ല നിങ്ങളെ പോലും എല്ലാവർക്കും അറിയണ്ടാവില്ല. നമ്മൾ പഴയ വില്ലേജാണ് ഈ അമ്പലത്തിന്റെ ലൊക്കേഷൻ വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കൊരു പഴയ വൈബാണ് കഴിച്ച് കിട്ടുക. പഴയ നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ ഒരു അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുന്ന പോലെ കയറി ചെല്ലുമ്പോൾ തന്നെ രാമായണമൊക്കെ ചൊല്ലുക, പല പല ശില്പങ്ങളും അങ്ങനെ കുറെ നിരവധി അതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. നമ്മൾ അവിടെ എത്തിയത് 8:30 കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് അവിടെ നട അടച്ചു കയറുന്നു. അതായത് നമ്മൾ കുറെ കെട്ടുള്ള കണ്ണാടി കിട്ടി പൈര് കുറച്ചൊരു മെയിനായി. എന്നിട്ട് അപ്പത്തേക്ക് നടയൊക്കെ തുറന്നു. നടവ് വന്നിട്ട് അപ്പത്തേക്ക് തൊഴുതിട്ട് ഇറങ്ങി. അത് എന്റെ അർജുനന് കുറേയൊക്കെ വീഡിയോ ഒക്കെ എടുത്തെടുത്തു. അയാൾ എന്തൊക്കെയാ കാരണം വീഡിയോ എടുത്തെടുത്തു. ഇയാളുടെ മുതുമ്പുറത്തൊരു ടാച്ചും കിട്ടും. ദേവിയാണെന്ന് തോന്നുന്നു. താറാ വെച്ച പോവാനൊരു വഴി തരുന്നില്ല ഗായ്സ്. എന്ത് കാട്ടി പറ്റിയാണ് പോകുന്നതാണ് നല്ല രസമാട്ടോ. ആ പ്ലെയിൻ ആയിട്ട് ആള് നിയന്ത്രിക്കണോന്നറിയില്ല. ആ പ്ലെയിൻ ആയിട്ടാണ് അങ്ങോട്ട് ഒരു തല പോകുന്നത്. അവിടെ നിന്ന് നേരെ പോകാതെ അടുത്താകുമ്പോൾ നമുക്ക് പാതിരാക്കും. എന്നിട്ട് മനയ്ക്ക് പോകാൻ നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അത് അടിപൊളി വന്നിട്ട് ആംബിയൻസ് ഒക്കെ. ഇവിടുത്തെ പ്രത്യേകത ആദ്യം കുളത്ത് പോയി കാല് കഴുകിയിട്ട് അവിടെയൊക്കെ തൊഴുതിട്ട് വേണം. അതുകൊണ്ട് നമ്മൾ കുളത്തേക്ക് പോയി കാലൊക്കെ കഴുകിയിട്ട് കുറച്ച് വീഡിയോ കൊടുത്തിട്ട് അന്നോട് തൊഴുതിട്ടുണ്ട് പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് അമ്പലത്തിൽ പോക്ക് കഴിഞ്ഞു. അപ്പൊ ബാക്കി നാളെ